പത്രം വന്നിങ്ങനെ മേശപ്പുറത്ത് കിടക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം സാർ എന്ന് എഴുതിയിരിക്കുമ്പോൾ ആരാണ് എടുത്ത് വായിച്ച് നോക്കാത്തത്? പക്ഷേ അത് ജയിൽ സുരക്ഷയെക്കുറിച്ചാണ്. ജയിൽ സുരക്ഷയുടെ പഠന റിപ്പോർട്ട് നൽകിയിട്ട് 12 വർഷമായിരിക്കുന്നു. ജയിൽ ചാട്ടം തടയാൻ ഉള്ള സർക്കുലറുകളടക്കം നിർദ്ദേശങ്ങളടക്കം ആ സർക്കുലറിലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 12 വർഷമായി ആ സർക്കുലറിന് കഠിന തടവാണെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. തടവുകാർക്ക് ഉള്ള മോഡൽ പ്രിസൺ മാനുവൽ പ്രകാരം താമസം നൽകണം, അങ്ങനെ അതിനകത്തെ നിർദ്ദേശങ്ങളും ഒക്കെയായി വിശദമായ റിപ്പോർട്ടാണ് മനോരമ 1-ാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. മനോരമയുടെ തന്നെ 9-ാം പേജിൽ ഈ സിസ്റ്റത്തിലെ വീഴ്ചകൾ സർക്കാരിന് പ്രതിസന്ധി എന്ന് പറഞ്ഞ് ഒരു വിശദ റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ സിസ്റ്റത്തിൽ ഉണ്ടായ വീഴ്ചകൾ നമുക്കറിയാം. മന്ത്രി വീണ ജോർജിൻ്റെ ഒരു പ്രയോഗമായിരുന്നു സിസ്റ്റം എന്നുള്ളത്. അതിപ്പോൾ സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു ഭാഷാ പ്രയോഗമായി പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമൊക്കെ മാറിയിട്ടുണ്ട്. തകരുന്ന ദേശീയപാതകൾ, കുട്ടികളെ കരയിച്ചക്കിയും ഡോക്ടർ ഹാരിസ് പറഞ്ഞ മെഡിക്കൽ രംഗത്തെ ആരോപണങ്ങൾ, ഗവർണർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുമായി ബന്ധപ്പെടുത്തി അതൊരു സബ്ഹെഡ് കൊടുത്തിരിക്കുന്നു. പിന്നെ തേവലക്കരയിലെ കുട്ടി മരിച്ചത്, ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ, ജയിൽ ചാട്ടം, ഇങ്ങനെ കഴിഞ്ഞ കുറേ നാളായി സിസ്റ്റത്തിൽ സർക്കാരിനുണ്ടാകുന്ന കഴിഞ്ഞ 1 മാസത്തോളം 2 മാസത്തോളമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മനോരമ വിശദമായി അങ്ങനെ നൽകുന്നത്.